അപ്പോൾ ജോയിച്ചേട്ടനൊക്കെ പ്രഷർ ഭീകരമായിരുന്നു. അപ്പോൾ പല സിറ്റുവേഷനിലും നമ്മൾ ആക്ടിങ്ങിൻ്റെ സ്പേസിൽ നിൽക്കുമ്പോൾ നമുക്കും കൂളാവാൻ പറ്റാത്ത ഭയങ്കര പ്രഷർ നമുക്കും ഉണ്ടായിരുന്നു. കാരണം ഇത്രയും പബ്ലിക്കിൻ്റെ ഇടയിലാണ് ഷൂട്ട് ചെയ്യുന്നത്, വേണു സാറാണ് ക്യാമറ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര പ്രഷർ ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ ചീത്തകൾ കേൾക്കുന്നുണ്ടായിരുന്നു. ഈ ഇത്രയും പബ്ലിക്കിൻ്റെ ഇടയിലൊക്കെ ചീത്ത കേട്ടിട്ടാണ് നമ്മൾ അവിടെ കിടന്ന് അഭിനയിക്കുന്നത്. പക്ഷേ ഷൂട്ടൊക്കെ കഴിയുമ്പോൾ ജോയിച്ചേട്ടൻ നമ്മളെ വിളിച്ച് ഒരു ചായയൊക്കെ മേടിച്ചെന്നിട്ട് പറയും, കുട്ടാ എൻ്റെ അവസ്ഥ ഇതാണ്, കോടികൾ മുടക്കിയിട്ടാണ് ഇരിക്കുന്നത്, ഞാൻ പലതും പറയും, ഒന്നും കാര്യമാക്കണ്ട, നീ അതൊന്ന് ഫോക്കസ് മാറാണ്ട് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഭയങ്കര പ്രഷറായിരുന്നു. കാരണം ഇത്രയും മുതൽ മുടക്കുള്ളൊരു എമൗണ്ട് നമ്മളെ വെച്ചിട്ടൊക്കെ സിനിമകൾ പൊതുവെ അങ്ങനെ എടുക്കില്ല. ഇപ്പോൾ സ്ക്രിപ്റ്റിലാണെങ്കിലും നമുക്ക് ജോയിച്ചേട്ടനൊക്കെ പൊതുവെ കുറച്ച് ഡയലോഗ്സ് ഒക്കെ ഉള്ളൂ. അപ്പോൾ ആൾ പണം മുടക്കുന്ന സിനിമയിൽ, ആൾ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയിൽ എൻ്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വേണമെങ്കിൽ കൂടുതൽ ഭാഗങ്ങൾ എനിക്ക് എഴുതാം, എനിക്ക് കുറച്ച് മാസ സീൻ എഴുതാം, അങ്ങനെയൊന്നും ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. എന്താണോ സിനിമയിലെ കഥ എന്താണോ പറയുന്നത് ആ രീതിയിലാണ് പോയിട്ടുള്ളത്. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല എല്ലാവരും അത് ചെയ്യുമോ ഒന്നും അറിയില്ല. ഇപ്പോൾ ഈ പടത്തിൻ്റെ സിനിമയിലെ പ്രൊമോഷനാണെങ്കിലും നമ്മളെല്ലാ സ്ഥലത്തും കൊണ്ടുപോയിട്ടുണ്ട്. നമ്മൾ മാക്സിമം പല സിനിമകളിൽ സംഭവിക്കുന്നത് നമ്മൾ പ്രൊമോഷൻ നമ്മൾ കൂടുതൽ ആർട്ടിസ്റ്റുകളെ മാത്രമാണ് കൊണ്ടുപോകുക. പക്ഷേ ഈ സിനിമയിൽ ഇതിൽ വർക്ക് ചെയ്ത എല്ലാ ആൾക്കാരും, ADസിനെ, ചീഫിനെ, മേക്കപ്പിലുള്ളവരെ എല്ലാ ആൾക്കാരും ജോയിച്ചേട്ടൻ കൊണ്ടുപോയിട്ടുണ്ട്. ചോദ്യം പ്രഷർ തന്നെ നല്ല പ്രഷർ ഉണ്ടായിരുന്നു. പക്ഷേ അവസാനം 2 വർഷത്തോളം ഇതിൽ സ്റ്റിക്ക് ചെയ്തു, ഈ പ്രൊജക്റ്റിൽ മാത്രമായിട്ട്. പക്ഷെ അവസാനം ഇത് നല്ല റിസൾട്ടിലേക്ക് എത്തിയപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാത്തിരുന്നൊക്കെ കുറച്ച് നടന്നു വരുന്നു. റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ചെറിയൊരു ചർച്ചയ്ക്ക് വഴിയൊരുക്കിയല്ലോ. അതിലെ ചില ഡയലോഗ്സ്, ഒരു റിവ്യൂ എഴുതുന്ന ഒരു പയ്യൻ, അപ്പൊ അത് നിങ്ങളെയൊക്കെ മാനസികമായിട്ട് അത് ബാധിച്ചോ? അല്ലെങ്കിൽ അതിന്റെ മൊത്തത്തിൽ നിങ്ങൾക്ക് തോന്നിയോ അത് ചിലപ്പോൾ ഈ സിനിമയ്ക്ക് ഒരു നെഗറ്റീവായി മാറാന്നൊക്കെ? അല്ല, സിനിമ നമ്മൾ അൾട്ടിമേറ്റ് നമ്മൾ ചെയ്തിട്ടുള്ള ഇത്രയും നാളത്തെ പ്രൊഡക്റ്റ് നല്ലതാണെന്നുള്ള നമുക്കുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പോൾ ആളിത് പറഞ്ഞതുകൊണ്ട് സിനിമേനെ വലിയ രീതിയിൽ ബാധിച്ചിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ വിഷമം വരുന്ന ഓഫ്കോഴ്സ് തന്നെ ജോയിച്ചേട്ടനായിരിക്കും. നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് അത് പറയാനുള്ള എല്ലാവർക്കുള്ള അവകാശവും കാര്യങ്ങളൊക്കെ ഉണ്ട്, റൈറ്റാണ്. പക്ഷെ ചില കാര്യങ്ങൾ പറഞ്ഞത് ആൾക്കത് വ്യക്തിപരമായിട്ട് അത് യോജിക്കുന്നില്ല, ഇതൊട്ടും കാണാൻ പറ്റാത്ത ഒരു പോർഷനാണ് പലതും വന്നിരിക്കുന്നത്. പക്ഷെ സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ആൾക്ക് നേരെ തിരിച്ചാണ് വന്നിട്ടുള്ളത്. ഇതെന്താണ് മോശമായിട്ടുള്ള കാര്യം? കാരണം ആ കണ്ടൻറ്റ് ഷൂട്ട് ചെയ്യാണ്ട് ഈ കഥ മുന്നോട്ട് പോവില്ല. അതാണ് ഇതിൻ്റെ മെയിൻ ഹുക്ക് പോയിൻറ്റും കാര്യങ്ങളൊക്കെ. അത് ആളുടെ ഇത്രയും കോടികൾ മുടക്കുമ്പോൾ ആൾക്കൊരു വിഷമം ഉണ്ടാവും. അതിൻ്റെ പുറത്തുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പോൾ സിനിമേനെ വേറെ രീതിയിൽ ബാധിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നമ്മളുണ്ടാക്കിയ പ്രൊഡക്റ്റ് അടിപൊളിയായിരുന്നു. അതുകൊണ്ട് ഒരു സിനിമയ്ക്ക് എന്തൊക്കെ രീതിയിൽ ഓടാൻ പറ്റും, ഒരു സിനിമയ്ക്ക് ഇത്രയല്ലേ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി ഇത്രയല്ലേ ഓടാൻ പറ്റുള്ളൂ, അത് മാക്സിമം പണി സിനിമ അത്രത്തോളം ഓടിയിട്ടുണ്ട്. അത് നേരെ OTTയിൽ ഇറങ്ങിയപ്പോഴും ഭയങ്കര വലിയ ചർച്ചകൾ വന്നു. ഒരു സിനിമ കൊണ്ട് എന്താണ് ഔട്ട് കിട്ടേണ്ടത് അത് ആ സിനിമ കൊണ്ട് സംഭവിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ആ റിവ്യൂ കുറെ കൂടെ അതൊരു ചാനൽ ചർച്ചകളിലേക്ക് വന്നപ്പോഴത്തേക്കും അത് കുറെ കൂടെ ആൾക്കാരിലേക്ക് അതൊരു പ്ലസ് ആണ്. ആ പ്ലസ് വീണ്ടും ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ, പേര് എപ്പോഴും ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. നമുക്ക് നല്ല രീതിയിൽ എടുക്കാം, അതല്ലേ നല്ലത്, എല്ലാം നല്ലത് അവിടെ. പണിയിലെ ഡോണിനൊപ്പം തന്നെ ആഘോഷിക്കപ്പെടുന്ന ഒരു പേരാണ് ജൂലൈ. അതെ, എങ്ങനെയായിരുന്നു ഫുള്ളായിട്ടുള്ള ആ ഒരു കെമിസ്ട്രി? ഞങ്ങൾ ഏകദേശം ഒരു 3 മാസത്തോളം ഒരുമിച്ച് തന്നെയായിരുന്നു നമ്മുടെ ആക്ടിങ്ങിൻ്റെ വർക്ക്ഷോപ്പിലൊക്കെ. അപ്പോൾ എനിക്ക് പേഴ്സണലി അതിന് മുന്നേ അറിയാം. അപ്പോൾ ഓൾറെഡി അറിയുന്ന ആളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടി രസമാണ്. പിന്നെ നമ്മൾ ലൊക്കേഷനിൽ നിൽക്കുമ്പോൾ അധികം ഒന്നും അങ്ങനെ സംസാരിക്കാൻ സമ്മതിക്കില്ല. ജോയിച്ചേട്ടൻ പറയും ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളോട് അധികം സംസാരിക്കരുത്, നിങ്ങളുടെ ക്യാരക്ടറിൻ്റെ അതിന് മാറ്റം ഉണ്ടാവും, അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ക്യാരക്ടറിൽ നിൽക്കുക. നമ്മൾ ആരെങ്കിലും എടുത്ത് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ചീത്ത പറയും. അതാണ് ഞാൻ പറഞ്ഞത്, വേറെ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെയൊന്നുമില്ല. ഒരു ഷോട്ട് കഴിഞ്ഞു നമ്മളെല്ലാവരും ചില്ല് ചെയ്ത് സംസാരിക്കുന്നു. അത് ഓരോ ഡയറക്ടേഴ്സും ഓരോ രീതികളാണ്. ജോയിച്ചേട്ടൻ അങ്ങനെയാണ് നമ്മളെ നോക്കിയിരിക്കുന്നതും ആക്ടിങ്ങിൽ അങ്ങനെ മൈന്യൂട്ട് കാര്യങ്ങളെല്ലാം ചെയ്ത് പഠിപ്പിച്ചിരിക്കുന്നത്. അതാണ് വേറെ സിനിമകൾക്ക് അതിൻ്റെ ഡിഫറൻസസ് ഭയങ്കരമായിട്ട് മനസ്സിലാവാനുണ്ട്. നമ്മളൊരു ക്യാരക്ടറിലേക്ക് എത്രത്തോളം ഉള്ളിലേക്ക് പോകണമെന്നും എത്രമാത്രം ആക്ടിങ്ങിന് ആൾ ഇഷ്ടപ്പെടും എന്നുള്ള കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ജോയിച്ചേട്ടൻ ഒരുപാട് ഇൻ്റർവ്യൂവിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം 2 വർഷത്തോളം ആൾ കൂടെ തന്നെയായിരുന്നു. ഇത്രയും എക്സ്പീരിയൻസസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ ഭയങ്കരമായിട്ട് പറ്റി. ഈ ത്രൂ ഔട്ട് ഈ ആ ഒരു എന്താ പറയണേ ഇന്റൻസ് ആയിട്ടുള്ള ആ ഒരു മോഡിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോയെന്നാണ് പറയുന്നത്. ലൈക്ക് ഈവൻ ഷൂട്ട് കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്.
ഭയങ്കര ഹിറ്റിക് ഷൂട്ടായിരുന്നു. അതാണ് സത്യം. നമ്മൾ വെറുതെ കളി തമാശയിലേക്ക് അങ്ങനത്തെ സബ്ജക്റ്റും അല്ല, പിന്നെ അങ്ങനെയുള്ള ആൾക്കാരും ഇല്ല കൂടെയുള്ളത്. ചിലർക്ക് ഭയങ്കര ജോലിയായിട്ട് വർക്ക് ചെയ്യുന്ന സിനിമകളുണ്ട്. ഇത് വേണു സാറാണ്, പണ്ടത്തെ ലെജൻഡായിട്ടുള്ള ആക്ടേഴ്സാണ്. അപ്പോൾ ആളുകൂടെ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മളത്രയും അങ്ങനെയൊക്കെ നിൽക്കണം. ചിലപ്പോൾ ആൾക്ക് നമ്മൾ പറയുന്ന തമാശകളോ കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രഷറിലാണ് ഈ സിനിമ മൊത്തം വർക്ക് ചെയ്തിട്ടുള്ളത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ സീനിലെ പല ചേസും കാര്യങ്ങളും. ലാസ്റ്റത്തെ ക്ലൈമാക്സ് ഷൂട്ടും ഫസ്റ്റ് പടം തുടങ്ങുമ്പോൾ തന്നെ ഒരു ബിൽഡിങ്ങിൻ്റെ മേലെ തന്നെ കയറി നിന്നിട്ടാണ് തുടങ്ങുന്നത്. അത് 2 പ്രാവശ്യം ഷൂട്ട് ചെയ്യുന്ന സീനാണ്. ഞാൻ ഒരു 1000ഓളം പ്രാവശ്യം വടക്കുന്നതിനെ വിളിച്ചിട്ടുണ്ട്. ദൈവമേ, ആ ഷോട്ട് അത്രയും ഹൈറ്റൊക്കെ ഭയങ്കര പേടിയാണ്. അതാണ് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായിട്ടുള്ള ബിൽഡിങ്. ഡബ്ബിങ്ങിൻ്റെ സമയത്തും അതെ ഇഷ്ടംപോലെ ദൈവത്തിനെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ ആ വിളി ശരിക്കും ദൈവം കേട്ടു, പടം നന്നായി. ഈ 3 മാസത്തെ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞല്ലോ, അപ്പൊ എന്തൊക്കെയായിരുന്നു ബ്രീഫിങ്, എസ്പെഷ്യലി ഇങ്ങനെ ഒരു സെൻട്രൽ ക്യാരക്ടർ, അതും ഈ പറഞ്ഞ കുറെ ലെയേഴ്സ് ഉള്ള ഒരു ക്യാരക്ടർ, അപ്പൊ എങ്ങനെയായിരുന്നു ആ ക്യാരക്ടറിനുള്ള പ്രിപ്പറേഷൻ? അത് നമുക്കൊരു നിജിൽ എന്ന് പറഞ്ഞൊരു സാറാണ് നമ്മളെ ആക്ടിങ്ങിന് പ്രിപ്പറേഷൻ നൽകിയത്. അപ്പോൾ അതിൽ ക്യാരക്ടർ നമ്മളതിന് മുന്നത്തുള്ള ക്യാരക്ടർ എങ്ങനെയായിരിക്കാം. ഇപ്പോൾ എല്ലാവർക്കും പലതരത്തിലുള്ള ബ്ലോക്കുകൾ ഉണ്ടാവും. ചിലർക്ക് ചിരിക്കാൻ പാടുണ്ടായിരിക്കാം, കരയാൻ പാടുണ്ടായിരിക്കാം. അപ്പം അങ്ങനെ എന്താണ് നമുക്കുള്ള ബ്ലോക്കുകൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ബ്ലോക്കുകളെ പൊട്ടിക്കുന്ന പലതരത്തിലുള്ള എക്സസൈസുകൾ ചെയ്യുക. അത് ഈ ക്യാരക്ടറിന് എടുത്തുകൊണ്ട് ഈ ക്യാരക്ടറിന് എന്താണ് ബ്ലോക്കുകൾ വരിക അത് മനസ്സിലാക്കിയിട്ട് അത് ഇങ്ങനെ ഇമ്പ്രവൈസ് ചെയ്ത് ഓരോ സീനുകൾ. ചിലപ്പോൾ സിനിമയിലെ കാര്യങ്ങളായിരിക്കുന്നില്ല, വേറെ പുറത്തുള്ള ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞറിയാതെയോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കില്ല. അതേപോലത്തെ ഒരു പ്രോസസ്സ്. സാറിൻ്റെ ഒരു ക്ലാസ് ഉണ്ട്, അത് കഴിഞ്ഞ് ജോയിച്ചേട്ടൻ നമ്മൾ കൊണ്ടിട്ട് ജോയിച്ചേട്ടൻ്റെ ഒരു ക്ലാസ്സുകൾ ഉണ്ടാവും. പല ഡയലോഗുകൾ പറഞ്ഞിരുന്നു, ഇത്രയും വർഷത്തെ ആളുടെ എക്സ്പീരിയൻസസ് പറഞ്ഞിരുന്നു. അപ്പം അങ്ങനെ അറിഞ്ഞറിയാതെയോ ഈ ജേണിയിലൂടെ ഓരോ ദിവസം കടന്ന് ചെല്ലുമ്പോൾ ക്യാരക്ടറിലേക്ക് ആയിട്ടുണ്ടാവും. അങ്ങനെയായിരുന്നു ഒരു പ്രോസസ്സ്. എന്തൊക്കെയായിരുന്നു സാധാരണ ഈ ബ്ലോക്ക് ഉണ്ടായിരുന്നു? ബ്ലോക്ക് പെട്ടെന്ന് ഒരാൾക്ക് ചിരിക്കാൻ പറയുമ്പോൾ ചിലപ്പോൾ പറ്റണമെന്നില്ല, ചിലപ്പോൾ കരയാൻ പറയുമ്പോൾ പെട്ടെന്ന് പറ്റണമെന്നില്ല, ചിലപ്പോൾ പൊട്ടിത്തെറിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ചില പല എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യും. റിതം എക്സസൈസ് തരും, വോയിസ് മോഡുലേഷൻ്റെ പല ക്ലാസ്സസ് തരും. അപ്പോൾ സാറിനത് മനസ്സിലാവും, ഇവന് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇവന് ഇങ്ങനെ ഒരു സാധനമുണ്ട്. അപ്പോൾ അത് ആ രീതിയിലുള്ള എക്സസൈസൊക്കെ തന്നിട്ട് നമ്മളെ പല രീതിയിലേക്ക് മോൾഡ് ചെയ്യുക. അതാണ് ബേസിക് ആക്ടിങ്ങിൻ്റെ ഒരു പ്രോസസ്സിൽ ഇങ്ങനത്തെ ചെറിയ വർക്ക്ഷോപ്പിലൊക്കെ ചെയ്യാം. അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ. എന്തെങ്കിലും റെഫറൻസ് ഉണ്ടായിരുന്നോ ഈ ഒരു ക്യാരക്ടർ ചെയ്യുന്നതിന് മുമ്പായിട്ട്? ഇല്ല, അങ്ങനെ ഒരു റെഫറൻസ് ജോയിച്ചേട്ടൻ പറഞ്ഞിട്ടില്ല. ജോയിച്ചേട്ടൻ്റെ ഫ്രണ്ട് എന്തോ പറഞ്ഞാണ് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട്. നമ്മൾ വിചാരിക്കും ഈ സമൂഹത്തിൽ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒന്നും ഇല്ല എന്നാണ് വിചാരിക്കുക. പക്ഷേ ഇങ്ങനത്തെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട് എന്നുള്ള റെഫറൻസ് തന്നിരുന്നു. ഞാൻ അങ്ങനത്തെ ആൾക്കാർ കണ്ടിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. പിന്നെ ഒരു സിനിമയുടെ ഇത് ഫോളോ അപ്പ് ചെയ്യണം, ഇങ്ങനൊരു സിനിമ എടുത്ത് നോക്ക്, അങ്ങനെയൊന്നും ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ അടുത്ത് അവിടുത്തെ മീൻ മാർക്കറ്റിലുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ഞങ്ങൾ കൊണ്ടുപോകും. അവിടുത്തെ ഭയങ്കര താഴ്ന്നിട്ടുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ അവരുടെ സ്ലാങ്ങും കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അത്രയും സമയം നമുക്ക് കിട്ടി ഈ ക്യാരക്ടറിലേക്ക് ആവാൻ. അതാണ് ഞാൻ പറഞ്ഞത്, വേറെ ചിലപ്പോൾ സിനിമയ്ക്ക് ഇത്രയും സമയം കിട്ടണമെന്നില്ല. അത് ചോദിച്ചിട്ട് അത്രയും വേറെ ഈ 2 വർഷത്തേക്ക് വേറെ ഒരു പരിപാടി പിടിക്കരുത്, ഈ ഫുള്ളി ക്യാരക്ടറിൽ തന്നെ ആയിരിക്കണം. ഇപ്പോൾ നമുക്ക് കുറേ മാസങ്ങളോട് ഇതിൽ നിൽക്കുമ്പോൾ നമുക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ വരും സ്വാഭാവികമായിട്ടും. ഈ റിയാക്ഷൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പോൾ അടുപ്പുള്ളവരുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി ഇതൊക്കെ ഈ പണി കഴിഞ്ഞിട്ടുള്ള, കാരണം കുറേ പേര് ലൈക്ക് എന്താ പറയുക വളരെയധികം വെറുക്കപ്പെട്ടിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ ആ ഒരു ഫീഡ്ബാക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ, നമ്മൾ എത്രയോ വർഷം കണ്ട് കാണുന്ന സ്വപ്ന. അപ്പം എൻ്റെ അച്ഛനാണെങ്കിലും എൻ്റെ അമ്മയ്ക്കൊന്നും ആദ്യത്തെ എൻ്റെ സിനിമകളോ കാണാനൊന്നും പറ്റിയിട്ടില്ല. ആകെ കൂടി ടെലിവിഷനിലെ തട്ടിമുട്ടി മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളൂ. അപ്പം ഞാനങ്ങനെ ഉഴപ്പി നടന്നിട്ടൊന്നുമില്ല എൻ്റെ കരിയറിലാണെങ്കിലും. നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോഴാണ് നമ്മൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുന്നത്, മടിച്ച് പൊളിക്കുന്ന കാര്യങ്ങളൊക്കെ. പക്ഷേ അന്ന് എങ്ങനെയൊക്കെ നന്നായി പഠിക്കണം, വീട്ടുകാരെ നോക്കണ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് ചെയ്തു. ഇവർ പറയുന്ന കോഴ്സ് നല്ല രീതിയിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ എന്നിട്ട് പോലും അവർ നല്ല രീതിയിൽ നോക്കാനൊന്നും കാര്യങ്ങൾ പറ്റിയിട്ടില്ല. വീണ്ടും സിനിമയ്ക്ക് വേണ്ടി ഞാൻ ഒന്നു തുടങ്ങുകയാണല്ലോ. എൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ നല്ല ലക്ഷങ്ങളെ ശമ്പളം മേടിക്കുമ്പോൾ ഞാൻ ഈ PG MTech കഴിഞ്ഞിട്ട് 500 പോലും കിട്ടാത്ത പരിപാടിക്ക് ജൂനിയർ ആർട്ടിസ്റ്റ് നടക്കുക. അപ്പം അച്ഛനും അവർക്കത് വിഷമം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പ്രകടിപ്പിച്ചിട്ടില്ല. പക്ഷെ ഒരു 7 വർഷം 8 വർഷത്തെ ഒരു പ്രോസസ്സ് ഇവർ കാണുകയാണ്. തട്ടിമുട്ടി എൻ്റെ ആദ്യ സിനിമ, ഉപചാരപൂർവ്വം, ഗുണ്ടാജൻ, കുരുതി, കാപ്പ, കാസർഗോഡ്, ജനഗണമന, ജോ ആൻഡ് ജോ, അങ്ങനെ സിനിമകൾ കണ്ടപ്പോഴും നമുക്ക് ഇവരെ നോക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ ഇപ്പോഴും എത്തിയിട്ടില്ല. പക്ഷെ പണി സിനിമ ഇറങ്ങി തിയേറ്ററിൽ വലിയ രീതിയിൽ കയ്യടിയൊക്കെ കിട്ടിയപ്പോൾ അവർക്ക് ഉണ്ടാകുന്നൊരു സന്തോഷം, എൻ്റെ മോൻ രക്ഷപ്പെട്ടടാ, എൻ്റെ മോൻ കഴിച്ചിലായി എന്നുള്ള അറിഞ്ഞോ
പറയാതെ അവരുടെ മുഖത്തുനിന്ന് ഞാൻ അത് വായിച്ചെടുത്തു. പിന്നെ പിന്നെ എന്താ പറയുക, എൻ്റെ അച്ഛൻ ഒരു സ്റ്റേഷനറി കട നടത്തുന്നതാണ്, നേരെ ഒരു കോളേജിന് മുന്നിലാണ്. അപ്പോൾ എല്ലാ പിള്ളേരും പടം കണ്ടിട്ട് അച്ഛൻ്റെ അടുത്ത് പറയും, മോൻ തകർത്തുണ്ടാ, മോൻ അധികം ഗംഭീരമായി. അപ്പോൾ ഞാൻ ഇതൊക്കെ തന്നെയാണ് എൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് തന്നെയാണ് ഫസ്റ്റ്, മോൻ രക്ഷപ്പെട്ടല്ലോ എന്നുള്ള, മോൻ നന്നാവുന്നുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത അവർക്ക് വന്നു. ഇതാണ് ഫസ്റ്റ് ഒരു ഹാപ്പിനെസ്. അവൻ്റെ മുഖത്തുള്ള, അച്ഛൻ്റെ മുഖത്തുള്ളൊരു സന്തോഷമാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹാപ്പിയാക്കുന്നത്. പിന്നെയുണ്ട് ഒരുപാട് സന്തോഷമുള്ള നിമിഷങ്ങളുണ്ട്. എൻ്റെ ഫസ്റ്റ് സന്തോഷം എന്നുള്ള രീതിയിൽ ഞാനത് പറഞ്ഞു. പിന്നെ എൻ്റെ തട്ടിമുട്ടിൽ ഫസ്റ്റ് എടുത്ത ഡയറക്ടർ മനോജ് ചേട്ടനാണ് എന്നെ ഇതിലേക്ക് ഫസ്റ്റ് കൊണ്ടുവരുന്നത്. അന്നൊക്കെ ഞാൻ എടുക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് മുട്ടൻ ചീത്തകൾ കേട്ടില്ല. എൻ്റെ സ്ഥാനത്താണെങ്കിൽ ആരും ചിലപ്പോൾ നിൽക്കില്ല. അപ്പോൾ ഡയറക്ടറിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ കണ്ണ് പൊട്ടുന്ന ചീത്ത പറഞ്ഞിട്ടുണ്ട്, നീ എങ്ങനെയെങ്കിലും ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട്. കാരണം എനിക്ക് എന്തായാലും തന്നെ ഇറക്കി വിടാൻ പറ്റില്ല, കാരണം ഞാനാ തന്നെ എടുത്ത്. എന്നിട്ട് പോലും ഇത്രയും ചീത്ത കേട്ടിട്ട് നീ ഇവിടെ നിന്നല്ലോടാ. അപ്പം എൻ്റെ ഈ പടം സക്സസ് ആയിട്ട് അവരാണ് ഏറ്റവും കൂടുതൽ ഹാപ്പി ആവുന്നത്. ഇന്ന് മനോരമക്കാരങ്ങൾ എൻ്റെ പഴയ എപ്പിസോഡിലൊക്കെ വീണ്ടും ഇടുമ്പോൾ അതിനും വലിയ സന്തോഷം എന്നെ സംഭവിച്ചോണ്ടില്ല. ഗിരിയേട്ടൻ എന്നുള്ള വിളി വരെ ഭയങ്കര വൈറലായില്ലേ, കുറേ സംഭവങ്ങളിലൊക്കെ പോയിരുന്നു. അത് ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ ഒരു അതൊക്കെ വരെ ജോജുടെ അതിലൊക്കെ വരെ ജോജുടെ ടച്ച് ഉണ്ടായിരുന്നു, ലൈക്ക് അത് ആ പറയുന്ന രീതി അതുണ്ടായിരുന്നു. അത് ജോയിച്ചേട്ടൻ തന്നെ പറയും, ഗിരിയേട്ടൻ ആ ജോയിച്ചേട്ടൻ നമുക്ക് പറഞ്ഞു തരിക മോഡുലേഷൻ എത്ര പ്രാവശ്യമാണെന്ന് പറഞ്ഞാൽ. നമ്മുടെ ഡബ്ബിങ് സ്റ്റുഡിയോ സപ്തയിലായിരുന്നു ഡബ്ബ് ചെയ്തിട്ടുള്ളത്. എത്രയോ മണിക്കൂറുകളാണ്, റെക്കോർഡായിരുന്നു ഞങ്ങളുടെ ഡബ്ബ് ചെയ്ത്. ഓൾറെഡി സിംഗ് സൗണ്ടാണ് പടം, അതിൻ്റെ പുറമെയാണ് ഡബ്ബിങ്. അതിന് ചെന്നൈയിൽ വരെ ഡബ്ബ് ഉണ്ടായിരുന്നു. ചേട്ടാ അത്രയും പെർഫെക്റ്റായിട്ട് ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല ഒരു ഡയറക്ടറിനെ. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയും പണിയെടുത്തുകൊണ്ടാണ് അവർ ആ സ്പേസിലേക്ക് നിൽക്കുന്നത്. ചിലവരൊക്കെ വർക്ക് ചെയ്യുമ്പോൾ 2-3 പ്രാവശ്യം പറഞ്ഞാൽ ഓക്കെ ക്ലിയർ എന്ന് പഠിക്കും. പക്ഷെ ആൾ ഉദ്ദേശിക്കുന്ന ഈ ഗിരിയേട്ടൻ എന്നുള്ള വിളിയിൽ ആ വിളിയിൽ ചിലപ്പോൾ 1/2 മണിക്കൂറത്തെ കഥയുണ്ടാവും. ഈ ഗിരിയേട്ടൻ എന്ന് വിളിക്കാത്ത സാധനം, ആ കഥ വരെ ചിലപ്പോൾ പറഞ്ഞു തന്നിട്ടേ പിന്നെ വിളിപ്പിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. പക്ഷെ അന്ന് ആ സമയത്ത് ചെയ്യുമ്പോൾ നമുക്കറിയില്ല ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന്. പിന്നെ പടം ഇറങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ആ പണിയെടുത്താൽ നമുക്കതിനുള്ള വലിയ റിസൾട്ട് കിട്ടും എന്ന്. ചോദിച്ചേട്ടൻ 2 വർഷത്തോളം വേറെ പടങ്ങളോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇതിനു വേണ്ടിയാണ് മ്യൂസിക്കിലാണെങ്കിലും ഡബിലാണെങ്കിലും എല്ലാത്തിലും 2 വർഷം ആള് അഭിനയിച്ചുകൊണ്ടിരുന്നു. ചോദിച്ചേട്ടാ ഈ പടത്തിൽ അഭിനയിക്കുമ്പോൾ ഒരുപാട് പ്രഷർ ഉണ്ടായിരുന്നു, കാരണം നല്ല പൈസ മേടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. നിനക്ക് ഈ സിനിമ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ, ഈ ഇത്രയും വലിയ റിസ്ക് എടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് പറയുന്ന ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ആ അവസരത്തിൽ കേട്ടിരുന്നു. അങ്ങനെ ചോദിക്കാമല്ലോ ഓഫ് കോഴ്സ്. പക്ഷെ ഇന്ന് പടം ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഭയങ്കര പ്രൂവായിട്ടൊരു ആക്ടറായി ഒറ്റ സിനിമ കൊണ്ട്. അത് ചോദിച്ചേട്ടന് വലിയൊരു അംബീഷനായിരുന്നു. അതിൻ്റെ കൂടെ നമ്മൾക്കും ഒരു സ്പേസ് കിട്ടി.